ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കൊപ്പക്കായ പരിപ്പ് പിന്നെ നേന്ത്രക്കായ അതൊക്കെ ഇട്ടിട്ട് പുളിങ്കറി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ അതിന് പുളിങ്കറി എന്ന് പറയും. ഓരോ നാട്ടിലും പല പേരുകളാണ് കേട്ടോ പറയുക. പിന്നെ ഈ കൊപ്പക്കായക്ക് ചില നാട്ടിൽ ഓമക്കായ അല്ലെങ്കിൽ പപ്പയ്ക്ക കൊപ്പയ്ക്ക എന്നൊക്കെ പറയും. ഞങ്ങൾ കൊപ്പക്കായ എന്ന് പറയുക. കൊപ്പക്കായ പിന്നെ നേന്ത്രക്കായ ഉണ്ട് കേട്ടോ ഒരെണ്ണം. അതും പിന്നെ പരിപ്പ് ഇതേ കഷ്ണമൊക്കെ കഴുകി നുറുക്കി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ കൂട്ടാൻ വയ്ക്കാനുള്ള പുളി ആവശ്യത്തിന് എത്രയ്ക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയാണ് കേട്ടോ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കുതിരാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 3-4 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കൊപ്പക്കായ നുറുക്കിയതും പിന്നെ നേന്ത്രക്കായ നുറുക്കിയതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലേക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കഷ്ണം കൂടുതലുണ്ട്, അത് കാരണം 2 ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം കിടന്ന് വേവണം കേട്ടോ. നേന്ത്രക്കായ്ക്ക് വേവാൻ ഇത്തിരി സമയമുണ്ട്. അത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം അതും തിളയ്ക്കണം. 10 മിനിറ്റ് നേരം തിളച്ചാൽ മതി കേട്ടോ. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറുത്തിടണം. കൂട്ടാനിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് പാനിൽ വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, പിന്നെ കടുക്, ഉലുവ, ഇതൊക്കെയാണ് കേട്ടോ കൂട്ടാനിൽ വറുത്തിടാൻ വെച്ചേക്കണത്. അപ്പോൾ അതൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കഴിയുമ്പോൾ ഇതിലേക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഈ കൊപ്പക്കായ കൂട്ടാൻ വയ്ക്കാനൊന്നും അധികം സമയം വേണ്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കൊപ്പക്കായും നേന്ത്രക്കായൊക്കെ കൂടി കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പരിപ്പിട്ടിട്ട് പുളിങ്കറിയാണ് കേട്ടോ. അത് പുളി കൂട്ടി വറുത്തിടണ കാരണമാണ് ഇതിന് പുളിങ്കറി എന്ന് പറയണത്. ഈ കൊപ്പക്കായും അല്ലെങ്കിൽ ചേമ്പ് ഇട്ടിട്ട് വെക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊപ്പക്കായ വെക്കാം. ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്നതായ കാരണം വിഷാംശമൊന്നും ഒട്ടുമില്ലാത്തൊരു പച്ചക്കറിയായിട്ട് നമുക്കിത് നിത്യവും വെച്ച് കഴിക്കാം. തോരനോ ഉപ്പേരി എല്ലാം വെച്ച് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതേവരെ ടാറ്റാ, ബൈ ബൈ.